വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചൺ ടിപ്പൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കറി. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷനോട് എനേബിൾ ചെയ്ത് വെക്കാൻ ഓർമ്മിപ്പിക്കുന്നു. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അതുപോലെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുതേ. ആദ്യത്തെ ടിപ്പ്, ഇതുപോലുള്ള ടേപ്പ് ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് പറയുന്നത്. അപ്പം ഈ ടേപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ടേപ്പിൻ്റെ ഉള്ളിലെ കാർഡ്ബോർഡ് മാത്രം പോരാ, കുറച്ച് വെയിറ്റ് വേണം. അപ്പോൾ അതിൻ്റെ റൗണ്ടിലുള്ള ബാക്കി ആ ടേപ്പിൻ്റെ പാർട്ടൂടെ ഉണ്ടെങ്കിലാണ് കുറച്ചുകൂടെ എഫക്റ്റീവ് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ ഒട്ടിക്കാനായിട്ട് ഇതുപോലുള്ള ടേപ്പൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുള്ള ഒരു ടേപ്പ് മതി. അപ്പോഴേ എടുത്തിരിക്കുന്ന ടേപ്പിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതുപോലെ മൊബൈൽ വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്കൊരു മൊബൈൽ സ്റ്റാൻഡായി അങ്ങനെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ കാണാവുന്നതാണ്. ഇപ്പം മിക്ക ആൾക്കാരും ഇതുപോലെ മൊബൈലൊക്കെ ഓണാക്കി വെച്ചിട്ട് കിച്ചണിൽ ഇരിക്കുന്ന സമയത്ത് ഓണാക്കി വെച്ച് വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടായിരിക്കും കുക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ വീഡിയോ ഒക്കെ കാണാൻ സാധിക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമുക്ക് കാണാനും ഒക്കെ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തൊന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം, ഇത് ഒന്ന് വെർട്ടിക്കലായിട്ട് മാത്രമേ ഈ രീതിയിലാകുമ്പോൾ വെർട്ടിക്കലായിട്ട് മാത്രമേ ഇതിനകത്ത് വെക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വെച്ചിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളിപ്പോൾ മൊബൈൽ വെക്കുന്നതുകൊണ്ട് ആ ബേസിന് നമ്മുടെ ആ ടേപ്പിന് കുറച്ച് വെയിറ്റ് വേണം. അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആ കാർഡ്ബോർഡ് മാത്രമല്ല, അതിൻ്റെ ആ ചുറ്റിനും ചുറ്റിയേക്കുന്ന ആ ടേപ്പ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റോട് കൂടി ഇരുന്നിട്ട് നമ്മുടെ മൊബൈൽ അവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ മറിഞ്ഞു പോവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ്. നമുക്ക് വീഡിയോ കാണാനാണെങ്കിലും അതുപോലെ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നതിനാണെങ്കിലും ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. രണ്ടാമത്തെ ടിപ്പ്, ഇതുപോലുള്ള ടേപ്പൊക്കെ മുറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻഡ് കാണാനായിട്ട് നമുക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ ടേപ്പ് മുറിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഇറുക്കിലോ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതൊന്ന് മടക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും പിന്നെ അതിൻ്റെ ടേപ്പ് എൻഡ് കണ്ടുപിടിക്കാവുന്നതാണ്. മൂന്നാമത്തെ ടിപ്പ്, ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പഴയ ഷോളാണ്. അപ്പോൾ എടുത്തിരിക്കുന്ന ആ ഷോള് സ്ട്രിപ്പ് കണക്കെ ഇവിടെ കാണിക്കുന്ന രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഒരു 5-8 ആയിട്ട് സ്ട്രിപ്പ് കണക്കെ ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഓരോന്നും ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ടിപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനിയും പഴയ ഷോളൊക്കെ കീറിയതാണേലും കളയത്തില്ല. ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്. ആ സ്ട്രിപ്പിൻ്റെ ഒരറ്റത്ത് ഇവിടെ കാണിക്കുന്ന രീതിയിൽ ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ ഉള്ള കെട്ടാണ് ഇടേണ്ടത്. അപ്പോൾ ആ കെട്ട് ഇതുപോലെ ഇട്ടെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ വലിപ്പം ഞാൻ അവിടെ ക്രമീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒത്തിരി ഒന്നും വലിപ്പം വേണ്ട, നമ്മുടെ ഒരു വിരൽ കയറത്തക്ക രീതിയിൽ വരത്തക്ക ഒരു വലിപ്പം മതി. അത് കഴിഞ്ഞ് ആ നീളമുള്ള സ്ട്രിപ്പെ പിടിച്ചിട്ട് അത് നമ്മൾ ഹുക്ക് പോലെ എടുത്തിരിക്കുന്ന അതിലൂടെ കയറ്റി വീണ്ടും ഒരു കെട്ട് പോലെ ആണ് വരുന്നത്. ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ അതേപോലെ തന്നെ ആ നീളമുള്ള സ്ട്രിപ്പ് ഇതിനുള്ളിൽ കൂടെ കയറ്റി ഒരു ഹുക്ക് പോലെ അവിടെ വരുന്നുണ്ട്. അങ്ങനെ എടുക്കുമ്പോൾ അവിടെ ഒരു കെട്ട് പോലെ അവിടെ വീഴുവാണ് ചെയ്യുന്നത്. അത് അങ്ങനെ നമുക്ക് കണ്ടിന്യൂസ് ഇതുപോലെ ചെയ്തു പോകാം. ഒത്തിരി ടൈറ്റൊന്നും ആക്കണ്ട, അതുപോലെ ഒത്തിരി ലൂസൊന്നും ആകണ്ട. ആ ഹുക്കിന് വീഴുന്ന ആ കെട്ടിന് നമ്മൾ കെട്ട് പോലെ എടുക്കുമല്ലോ, അതിന് വീഴുന്ന വലിപ്പം ഒരു വിരൽ കയറ്റത്തെ രീതിയിലുള്ള വലിപ്പമൊക്കെ മതി. അങ്ങനെ കുറേ ഹുക്ക് പോലെ ഇങ്ങനെ കെട്ടിയെടുക്കുന്നുണ്ട്. ഈ മഴക്കാലത്ത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നിങ്ങൾ തുണികളൊന്നും എത്ര കീറിയ തുണികളാണെങ്കിൽ പോലും കളയത്തില്ല, ഇതുപോലെ ചെയ്യും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അങ്ങനെ കുറേ കെട്ടി ഇങ്ങനെ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കെട്ടിയെടുത്ത് ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആ സ്ട്രിപ്പിൻ്റെ എൻഡിലോട്ട് വരുവാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആ എടുത്തിരിക്കുന്ന ആ ഹുക്കയിലോട്ട് ഒരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ തുമ്പത്ത് നമുക്ക് അടുത്ത സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ആ സ്ട്രിപ്പ് തീരുന്ന സമയത്ത് നമുക്ക് അടുത്ത സ്ട്രിപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിൻ്റെ എൻഡിൽ മറ്റേ സ്ട്രിപ്പിൻ്റെ എൻഡ് വെച്ച് കൊടുത്തിട്ട് തയ്ച്ച്
തയ്ച്ച് ഇതുപോലെ എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കെട്ടിട്ട് കൊടുക്കാം. കെട്ടിട്ട് കൊടുക്കുമ്പോൾ അധികം മുഴച്ചൊന്നും ഇരിക്കാത്ത രീതിയിൽ ഒതുക്കി കെട്ടുകയൊക്കെ ചെയ്യാം. അങ്ങനെയും ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ അടുത്ത സ്ട്രിപ്പ് എടുക്കുമ്പോൾ നമുക്ക് വേറെ കളറ് തുണികൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ വേറെ കളറ് തുണികളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. സെയിം കളറ് തുണികളൊന്നും വേണമെന്നില്ല. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറൊക്കെ വെച്ചിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അതേപോലെ ഏത് ടൈപ്പ് തുണിയാണെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ തയ്ച്ചത് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പം നമ്മൾ തയ്ച്ചു കൊടുത്ത ആ സ്ട്രിപ്പിൻ്റെ എൻഡിലൊരു പിന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലോങ് ആയിട്ടുള്ള സ്ട്രിപ്പ് ഏറ്റവും എൻഡിൽ ഹുക്കായിട്ട് വന്ന് ഉള്ളിലൂടെ കയറ്റി ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എടുത്ത് വെളിയിലോട്ട് ഇറക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ഹുക്ക് പോലെ വീഴുവാണ്, ഒരു കെട്ട് പോലെ അവിടെ വീഴുവാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ നമുക്ക് കണ്ടിന്യൂസ് ഇത് ചെയ്ത് പോകാം. ഇപ്പം നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്ത് പോകാം. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വെച്ച് അത്ര നീളം മതി, അതുകൊണ്ട് ഇനി അതൊന്ന് ടേൺ ചെയ്ത് വരുവാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് തയ്ച്ച് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ സൈഡിലുള്ള ഹുക്കിലോട്ട് ഇത് കയറ്റി ഒന്ന് ഇവിടെ കാണിക്കുന്ന പോലെ എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത സൈഡിലോട്ടാണ് അതിൻ്റെ ആ കെട്ട് വീഴുന്നത്. നീളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് തന്നെ അത് നമുക്ക് തയ്ച്ചെടുത്ത് പോവാം. അല്ലെങ്കിൽ ഇത്ര നീളം മതി എന്നുണ്ടെങ്കിൽ സൈഡിലോട്ടുള്ള ഹുക്കിലോട്ട് നമുക്ക് ഇതുപോലെ നമ്മുടെ ആ സ്ട്രിപ്പ് എടുത്ത് ഇവിടെ കാണിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത ഒരു സ്ട്രിപ്പ് എടുത്തിട്ടുണ്ട്, ഒരു ഹുക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഇപ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മേളിൽ നിന്ന് അതിൻ്റെ ടോപ്പിൽ നിന്ന് അടിയിലോട്ട് കയറ്റി അതിപ്പം വലിക്കുന്നുണ്ട്. അവിടെ ഒരു കെട്ട് പോലെ വരുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. എന്നിട്ട് നമുക്ക് അതൊന്ന് ടൈറ്റാക്കാം. ഒത്തിരി ടൈറ്റാക്കണ്ട, ഒത്തിരി ലൂസും ആക്കണ്ട. അത് നമുക്ക് അറിയാം. അത് പിടിച്ച് അത് നമ്മൾ തയ്ച്ച് വരുന്ന സമയത്ത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ എത്ര ടൈറ്റ് വേണം, എത്ര ലൂസ് വേണം നമുക്കത് മനസ്സിലാവും. അങ്ങനെ സൈഡിലൂടെ തയ്ച്ച് വരുവാണ് ചെയ്യുന്നത്. ഇപ്പം രണ്ടാമത്തെ സ്ട്രിപ്പ് എടുത്ത് നമ്മൾ നേരത്തെ തയ്ച്ച് പോയതിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പം തയ്ച്ചുകൊണ്ട് ഇത് നമ്മൾ കെട്ടിട്ട് എടുക്കുന്നത്. അങ്ങനെ ആ സ്റ്റാർട്ടിങ് പോയിന്റിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നേരത്തെ എടുത്തതിൻ്റെ ആ ഒരു വാല് അവിടെ ഇരിക്കുന്നത് കാണാവുന്നതാണ്. അപ്പോൾ ആ വാല് അപ്പോൾ നമ്മൾ നേരത്തെ തയ്ച്ച് പോയതിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറ്റി ഇറക്കി ഒന്ന് കൊളുത്തിയിട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് അതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി ഇറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് സൂചി നൂലും വെച്ച് തയ്ച്ചെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. എന്നിട്ട് അപ്പോൾ ഒരു റൗണ്ടിൻ്റെ രണ്ടാമത്തെ സ്ട്രിപ്പ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് മൊത്തം നമ്മൾ ഇപ്പം ഇവിടെ തയ്ച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് അത് ഇതിൻ്റെ മറ്റേ സൈഡിലൂടെ ഇപ്പം ഇതേപോലെ തന്നെ കെട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ രണ്ടാമത്തെ സ്ട്രിപ്പ് എടുത്തതും തയ്ച്ച് അവിടെ ചുറ്റും തയ്ച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഒരു സ്ട്രിപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വേറൊരു കളറിലുള്ള സ്ട്രിപ്പാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് അവിടെ മറ്റേ എൻഡിൽ തയ്ച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിൽ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത് വന്ന രീതിയിൽ തന്നെ കെട്ടിട്ട് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും ഒക്കെ എടുക്കാവുന്നതാണ്. അതേപോലെ കുറച്ചുകൂടെ റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ കുറച്ചുകൂടെ നീളത്തിലൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഷോള് എടുത്തിട്ടാണ് ഈ രീതിയിൽ ചെയ്തേക്കുന്നത്. നമുക്ക് വേറെ കളറൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. കുറേ വലുപ്പത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ അതിന് ചുറ്റും നമ്മൾ ഈ രീതിയിൽ തയ്ക്കുക അല്ലെങ്കിൽ കെട്ടിട്ട് എടുത്തുകൊണ്ട് വരുവാണ് ചെയ്യുന്നത്. ഓരോ എൻഡ് അവസാനിക്കുന്ന സമയത്ത് അടുത്ത നമ്മൾ സ്ട്രിപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കളറൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കളറൊക്കെ മാറ്റി കൊടുക്കാം. ഇപ്പം വേറൊരു കളറിലുള്ള സ്ട്രിപ്പാണ് അവിടെ കെട്ടിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്റ്റിച്ചിങ് ഒക്കെ ചെയ്യുന്നവർക്കാണ് ഇഷ്ടംപോലെ വെട്ട് തുണികൾ കിട്ടും. അത് വേസ്റ്റ് ആയിരിക്കും, അത് വെറുതെ കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ആ വെട്ട് തുണികൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ നമുക്ക് ഇതുപോലുള്ള ഷോളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാം. അതുപോലെ കുട്ടികളുടെ പഴയ തുണികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ തുണികളൊക്കെ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഇവിടെ പറയുന്ന രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഓരോ സ്ട്രിപ്പ് എൻഡ് ആവുന്ന സമയത്തും ഒരു റൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത വേറൊരു കളർ എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിന് ചുറ്റിനും ഇതുപോലെ കെട്ടിട്ട് കൊടുത്ത് വരുന്നുണ്ട്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടിപ്പാണിത്. ഇപ്പം നിങ്ങൾക്ക് പിടികെട്ടി കാണും നമ്മളിവിടെ എന്താ ചെയ്തുകൊണ്ട് വരുന്നതെന്ന്. നമുക്കിത് പല രീതിയിൽ
ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഡോർ മാറ്റായിട്ട് ഉപയോഗിക്കാം, അതേപോലെ ടേബിൾ മാറ്റായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് സെറ്റിയിലൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് സെറ്റിയിലൊക്കെ കൊണ്ടുവെക്കാവുന്നതാണ്. എപ്പോഴും നമ്മൾ സെറ്റിയിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ചില നമ്മളെപ്പോഴും കൈ വെക്കുന്ന ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ഒരു ഭയങ്കരമായിട്ട് കളർ വ്യത്യാസം വരും. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി ഇതുപോലെ തുണികൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി ഒരു മാറ്റ് പോലെ ഇടാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ അവിടെ നല്ല നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും, കളറൊന്നും ചേഞ്ച് ആകത്തില്ല. ഇപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൽ ഒരു കപ്പ് വെച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചൂടുള്ള സാധനങ്ങളൊക്കെ വെക്കുന്നതിനും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഈ മഴക്കാലത്താണെങ്കിൽ ഇതുപോലെ പഴയ തുണികൾ വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഡോർ മാറ്റ് എന്നുള്ളത്. അപ്പം നമുക്ക് ഇതുപോലെ 3-4 ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഡോർ മാറ്റായിട്ട് ഓരോന്ന് നനയുന്നതനുസരിച്ച് നമുക്ക് മാറ്റിയിട്ട് കൊടുക്കാവുന്നതാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒന്നാണ്. അടുത്ത 4ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പില്ലോ കവറാണ്. അപ്പം പില്ലോ കവർ കൊണ്ട് ഒരു കിഡിലൻ ഐഡിയ ആണ് കാണിക്കുന്നത്. അപ്പോൾ എടുത്തിരിക്കുന്ന പില്ലോ കവർ ഇൻസൈഡ് ഒന്ന് ഔട്ട്സൈഡ് ആക്കി ഒന്ന് ഇവിടെ കാണിക്കുന്ന പോലെ ഒന്ന് എടുക്കാം. അപ്പോൾ പില്ലോ കവർ ഇൻസൈഡ് ഔട്ട്സൈഡ് ആക്കി ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് നേരെ ഹാഫ് ആക്കി ഒന്ന് മടക്കി എടുക്കുന്നുണ്ട്. നേരെ ഹാഫ് ആക്കി ഈ രീതിയിലാണ് മടക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള പാർട്ട് മേളിലോട്ട് വരത്തക്ക രീതിയിൽ ആയിരിക്കണം, ഏറ്റവും ടോപ്പിൽ വരത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ബെഡ്ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് എന്ത് വേണേലും എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഇവിടെ കാണിക്കാനായിട്ട് ബെഡ്ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇത് പല രീതിയിൽ ഈ ടിപ്പ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് വേണേലും എടുക്കാം. ഇപ്പം ഞാനിപ്പം ബെഡ്ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ ആ പില്ലോ മടക്കി വെച്ചത് മേലോട്ട് വെച്ചിട്ട് ആ ഓപ്പണിങ് എടുത്ത് ഇവിടെ കാണിക്കുന്ന പോലെ ബാക്കിലോട്ട് എടുത്ത് അതിനെ ഒന്ന് കവർ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ആ പില്ലോ കവറിന് ഉള്ളിലായിട്ട് നമ്മുടെ ആ ബെഡ്ഷീറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അവിടെ കവർ ചെയ്തിരിപ്പുണ്ട്. നമുക്കിപ്പം ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഒതുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് വെക്കാം. അതേപോലെ സാരിയൊക്കെ മടക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് മടക്കി വെക്കാവുന്നതാണ്. പില്ലോ കവറിനുള്ളിലാക്കി വെക്കാം, അത് അവിടെ അങ്ങനെ ഇരുന്നോളും. ഒതുങ്ങി ആ സാരിയൊക്കെ ഒതുക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ വെക്കാവുന്നതാണ്. അതേപോലെ ചണച്ചാക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മഴക്കാലത്ത് ഡോറിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ഇതുപോലൊരു പില്ലോ കവർ ഇട്ട് അതിനൊന്ന് കവർ ചെയ്ത് ഇതുപോലെ ഇടുവാണെങ്കിൽ നല്ലൊരു ഡോർ മാറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം ഞാനിത് സെറ്റിയിലിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് രീതിയിൽ ഉപയോഗിക്കാം. നമുക്ക് പില്ലോ ആയിട്ടും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ചിലർക്ക് അധികം ഹൈറ്റ് ഒന്നും ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, പില്ലോ ആയിട്ട് ഉപയോഗിക്കാം. അടുത്ത 5ാമത്തെ ടിപ്പ്, അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ നന്നായിട്ട് അത് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നീട് അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വരത്തക്ക രീതിയിൽ വിനീഗറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ എടുക്കുന്ന വെള്ളത്തിനനുസരിച്ച് വേണം വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നീട് അതിലോട്ട് 2 കർപ്പൂരമാണ് പൊടിച്ച് ചേർക്കുന്നത്. കൈകൊണ്ടൊന്ന് പൊടിച്ച് ചേർത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിൽ കർപ്പൂരം ചേർക്കുമ്പോൾ പെട്ടെന്ന് അത് ലയിച്ച് ചേരുന്നതാണ്. അത് നന്നായിട്ട് തന്നെ ലയിച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വെള്ളം തണുത്ത് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് തുണി കഴുകുന്ന ലിക്വിഡ് സോപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തണുത്ത് വന്നിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കുപ്പിയുടെ അടപ്പിന് ചെറിയ ചെറിയ ഹോളൊക്കെ ഇട്ടതാണ്. ആ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ആ ക്യാപ്പ് വെച്ചിട്ടൊന്ന് അടച്ചിട്ട് നമുക്ക് ഇതൊരു എവിടെയൊക്കെയാണോ ക്ലീൻ ആക്കാനുള്ളത് അവിടെയൊക്കെ നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ക്ലീൻ ആക്കാവുന്നതാണ്. അതുപോലെ വാഷ് ബേസിൻ, സിങ്ക്, നമ്മൾ പാത്രമൊക്കെ കഴിഞ്ഞിട്ട് രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ രാത്രിയുള്ള ചെറിയ ചെറിയ ജീവിയുടെ ഒന്നും ശല്യം ഉണ്ടാവില്ല. ഈച്ച, പല്ലി, പാറ്റ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാവത്തില്ല. അതുപോലെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കുന്നതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്.
ഇതുപോലൊരു സൊല്യൂഷൻ നമുക്ക് ഉണ്ടാക്കി വെച്ച് നമുക്ക് ഒരാഴ്ച ഉപയോഗിക്കാവുന്നതാണ്. പിന്നീട് ഇപ്പോൾ എടുത്തിരിക്കുന്ന സോട്ട്സ് ആണ്, ലൂസായിട്ടുള്ള സോട്ട്സ് ഒക്കെ നമ്മൾ എടുത്ത് കളയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ആ സോട്ട്സിൻ്റെ ഉപ്പൂറ്റി ഭാഗം വരുന്ന ഇത് ഈ ഇവിടെ കാണിക്കുന്ന പോലെ ഒരു കത്രിക ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ മുഴുവനും കട്ടാക്കരുത്, അതിൻ്റെ ഒരു മുക്കാൽ പാർട്ട് മാത്രമേ കട്ടാക്കാവൂ. അത് കഴിഞ്ഞിട്ട് ഒരു വൈപ്പർ എടുത്തിട്ടുണ്ട്, ആ വൈപ്പറിലോട്ട് ഇതൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ നിന്ന് ഇത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേറെ സോക്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റൊരു സോക്സേ ഉള്ളൂ, ഊരി പോകത്തൊന്നുമില്ല, നമുക്ക് കെട്ടിയൊന്നും വെക്കണ്ട. അങ്ങനെ അവിടെ അതിനകത്ത് ഫിറ്റ് ആയിരുന്നോളൂ. എന്നിട്ട് ആ നമ്മളുണ്ടാക്കിയ സൊല്യൂഷൻ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഭിത്തിയിലൊക്കെ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് തുടച്ച് എടുക്കാവുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ ചിലന്തി വലയും പല്ലി പാറ്റ ഇതിൻ്റെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. നമുക്ക് മാസത്തിലൊരിക്കൽ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. നമ്മളിതിനകത്ത് വിനാഗിരി കർപ്പൂരം ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം ചെറിയ ജീവികളുടെ ഒന്നും ചിലന്തിയുടെ ഒന്നും ശല്യമൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. വളരെ നല്ലൊരു കിച്ചൺ ടിപ്പാണ്. ഈ രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഭിത്തിയിലൊക്കെ ഒരുപാട് പൊടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഈ രീതിയിലാകുമ്പോൾ ആ പൊടികളൊക്കെ എല്ലാം പോകുന്നതായിരിക്കും. അങ്ങനെ ചെറു ജീവികളുടെ ഒന്നും ശല്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഇന്നത്തെ ടിപ്സ് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ഓൾ ഓപ്ഷൻ കൊണ്ട് തന്നെ ചെയ്ത് നോക്കാം. എങ്കിൽ മാത്രമേ പിന്നീടുള്ള വീഡിയോയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഇനി വേറെ വീഡിയോ ആയിട്ട് വരുന്നതും വരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.